അങ്ങനെ നമ്മുടെ അക്വേറിയത്തിലേക്ക് നമ്മൾ പുതിയ 4 ഏഞ്ചലുകളെ വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകളെയാണ്. ചെറിയ ഏഞ്ചലുകളെ 4 എണ്ണത്തിനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് വളർത്തിയിരുന്നത് ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെയായിരുന്നു. അപ്പോൾ അവർ വലുതായി കുറച്ച് എഗ്രഷൻ ആയപ്പോൾ ഒരെണ്ണം ചത്തുപോയി. അങ്ങനെ ബാക്കി 3 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളിപ്പോൾ അതിനെ 3 എണ്ണത്തിനെ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുകയാണ്, ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെ. എന്നിട്ട് നമ്മൾ ഈ അക്വേറിയം ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തു. ഇതിൻ്റെ ബേസിൽ കിടന്നിരുന്ന ഗ്രാവലും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇതിനകത്ത് മീനില്ലാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ചെടികൾക്കൊക്കെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. കാരണം മീനുകളില്ലാത്തതുകൊണ്ട്, നൈട്രേറ്റ്സ് അതായത് വളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഇല കുറച്ച് കേടായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇവരെ വാങ്ങിച്ച് ഇടുകയാണ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടികൾ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച ഏഞ്ചലുകളെ തന്നെ കിട്ടി. അതായത് പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ചെറുതായിരുന്നു നമുക്ക് വേണ്ടത്. നമുക്ക് ചെറുതിനെ തന്നെ കിട്ടി. 4 എണ്ണമായിരുന്നു വേണ്ടത്. 4 എണ്ണത്തിനെ തന്നെ നമുക്ക് കിട്ടി. ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെ നമ്മൾ വാങ്ങിയ സമയത്ത് നമുക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു കിട്ടിയത്. പക്ഷേ ഇത് തീരെ ചെറിയതല്ല, കുറച്ച് വലുപ്പം കൂടിയതാണ്. അതായത് ചെറിയ സൈസ് തന്നെയാണ്, പക്ഷേ തീരെ ചെറുതല്ല. കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു പ്ലാറ്റിനം വൈറ്റ് എന്ന് പറയുന്നത്. നല്ല തിളങ്ങുന്ന ഒരു സിൽവർ വൈറ്റ് കളറാണ് ബോഡി, കണ്ണ് ബ്ലാക്ക് ഐ ആണ്. ഇത് അവൈലബിൾ അല്ലായിരുന്നു എങ്കിൽ നമ്മുടെ വേറൊരു ചോയ്സ് എന്ന് പറയുന്നത് ആൽബിനോ ആണ്. ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ബോഡി തന്നെയാണ്, പക്ഷേ കണ്ണ് റെഡാണ്. പക്ഷേ നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റോക്ക് കണ്ടത്, ചെറിയ സൈസ് നമ്മൾ സ്റ്റോക്ക് കണ്ടത് ഏഞ്ചൽ ഫിഷിൻ്റെ ഈ വെറൈറ്റിയും, അതായത് പ്ലാറ്റിനം വൈറ്റും പിന്നെ ബ്ലാക്ക് മാർബിളും ആണ്. ബ്ലാക്ക് മാർബിൾ നമ്മൾ ഓൾറെഡി വാങ്ങി വളർത്തിയതുകൊണ്ട് നമുക്ക് ഈ വെളുത്ത ഈ ഒരു ഇനത്തെയായിരുന്നു നമുക്ക് വേണ്ടി വന്നത്. അതായത് പ്ലാറ്റിനം വൈറ്റ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന്. പിന്നെ നമ്മളൊരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏഞ്ചലുകളെ വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് നാൾ നമുക്ക് ഷ്രിമ്പിനെ വാങ്ങി പരീക്ഷിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അക്വേറിയത്തിൽ തന്നെയാണ് ഇടാമെന്ന് വിചാരിച്ചത്. അതിനുശേഷം നമുക്ക് പ്ലാറ്റിനം വൈറ്റുകളെ മേടിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു ഐഡിയ മാറ്റി വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്ന് കേടായി വരുന്നത് കണ്ടപ്പോഴാണ്. ഷ്രിമ്പുകളെ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ ചെടികൾ റിക്കവറായി എന്ന് വരില്ല. ഏഞ്ചലുകൾ പെട്ടെന്ന് വലുതാവുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നന്നായി ഫുഡ് കഴിച്ച് വേസ്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചെടികൾക്ക് വന്ന ഡാമേജ് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഏഞ്ചലുകളാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഷ്രിമ്പുകൾ തീരെ ചെറുതാണ് നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ കണ്ടിട്ടുള്ളത്. ഷ്രിമ്പുകളെ നമ്മൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 6 എണ്ണത്തിനെയാണ്. ഷ്രിമ്പുകൾ തീരെ ചെറുതായതുകൊണ്ട് ഈ ചെടികൾ പെട്ടെന്ന് റിക്കവർ ആകുമെന്നുള്ളൊരു ഡൗട്ട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഏഞ്ചലുകൾ ഇതിലേക്ക് വാങ്ങിയിടാന്ന് തീരുമാനിച്ചത്. പക്ഷേ ഷ്രിമ്പുകളുടെ കാര്യം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ 6 ഷ്രിമ്പുകളെ കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മളവരെ സെപ്പറേറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. നമ്മൾ 6 ബ്ലൂവും അതുപോലെ തന്നെ 6 റെഡ് ഷ്രിമ്പുകളെയാണ് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 6 ബ്ലൂ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. റെഡ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. റെഡ് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും റെഡിനെയും കൂടി വാങ്ങിക്കുന്നതാണ്. ഈ പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകളെ കൊണ്ടുവന്ന ആ ഒരു ദിവസം കുറച്ച് എന്താ പറയുക ഇനാക്റ്റീവായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവർ പുതിയ സ്ഥലമായതുകൊണ്ട് കുറച്ച് എന്താ പറയുക സ്ലോ ആയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ ആക്റ്റീവായി. പെട്ടെന്ന് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. ഞാൻ പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത്. പെല്ലറ്റൊക്കെ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു അക്വേറിയം റീസെറ്റ് ചെയ്ത സമയത്ത് ഇതിനകത്തൊരു വലിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ബേസിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഗ്രാവൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ, ഈ ഫുഡ് ഇവർ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം ആ ഗ്രാവലിൻ്റെ ഇടയിൽ പോയിരുന്ന് ചീഞ്ഞ് ഇൻഫെക്ഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രാവൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് മുഴുവൻ താഴെ ഗ്ലാസ്സിൽ വന്ന് കിടക്കും. ഗ്ലാസ് നിങ്ങൾക്ക് കാണാം പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ കഴിക്കുന്ന ഫുഡ് മുഴുവൻ താഴെ ആ ഗ്ലാസ്സിൽ വന്ന് കിടക്കും. ഗ്രാവൽ ഇല്ലാത്തത് കൊണ്ട് ഇവർ പിന്നീട് വന്നത് കഴിച്ച് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാവലുള്ള സമയത്ത് അത് മുഴുവൻ ഈ ഗ്രാവലിൻ്റെ ഇടയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഗ്രാവലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ ഒരു തീറ്റ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ആ തീറ്റ അവിടെ കിടന്ന് ചീഞ്ഞ് വെള്ളം മോശമാവുകയാണ് ചെയ്യുന്നത്. ഗ്രാവൽ റിമൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവർ ഫുഡ് മൊത്തമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അതായത് താഴേക്ക് വീഴുന്ന പീസുകളെല്ലാം ഇവർ പിന്നീട് പോയി കഴിച്ച് അടിഭാഗം മൊത്തം ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് അടിത്തട്ടിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രത്തോളം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഒരു സൈഫൺ ഉപയോഗിച്ച് ആ വേസ്റ്റ് എല്ലാം വലിച്ച് കളയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒക്കേഷണലായിട്ട് നമുക്ക് അങ്ങനെ ഒരു ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കും.
മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ഗ്രാവൽ ഇല്ലാതിരുന്നാൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഫൺ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. സൈഫൺ എൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ പാർട്സൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഫിൽറ്ററൊക്കെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചെടിച്ചട്ടികൾ ഈ ഒരു പോട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഗ്രാവലൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കെല്ലാം ആ സൈഫോൺ ഉപയോഗിച്ച് വലിച്ച് കളയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന 50% വാട്ടർ ചേഞ്ച് അല്ലെങ്കിൽ ഫുൾ അക്വേറിയം റീസെറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ക്ലീനിങ് ആണെങ്കിൽ പോലും ക്ലീനിങ് വളരെ എളുപ്പമാണ്. നമുക്കൊന്നും എന്താ പറയുക വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. അക്വേറിയം ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യാനാണെങ്കിൽ പോലും അധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു ഫിൽറ്റർ അതുപോലെ തന്നെ ഈ പോട്ട്സ് മാത്രം റിമൂവ് ചെയ്താൽ മതി. പോട്ട്സ് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തിരിച്ച് അക്വേറിയത്തിലേക്ക് തന്നെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫിൽറ്ററും മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് അക്വേറിയം വാഷ് ചെയ്ത് പുതിയ വെള്ളം നിറച്ചാൽ മതി. ഗ്രാവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രാവൽ എടുക്കാനും അത് വാഷ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്രാവൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കെയർഫുള്ളായി വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഗ്രാവൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ വാരി എടുക്കുന്ന സമയത്തൊക്കെ ഗ്ലാസ്സിൽ വല്ലാതെ ഒരയാതെയൊക്കെ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ കോറൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വീഴും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഗ്രാവലൊക്കെ സെറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാവുന്നതാണ്. ടൈം കുറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അക്വേറിയം റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും അക്വേറിയങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും അവിടെയും ഫോളോ ചെയ്യാൻ പോണത്. നമ്മുടെ ചെടികളെല്ലാം നമ്മൾ പോട്ട്സിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. വേറെ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഗ്രാവലോ സാൻഡോ ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ അക്വേറിയത്തിൽ നമ്മൾ മുമ്പ് വളർത്തിയിരുന്ന ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളുടെ ഗ്രോത്ത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. 3 മാസം കൊണ്ട് അത്യാവശ്യം നല്ല സൈസ് അവർ ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇവരുടെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്ത നമ്മുടെ ഈ ഒരു മിനി അക്വേറിയത്തിലേക്ക് നമ്മൾ 4 ചെറിയ പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകളെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മിനി അക്വേറിയം നമ്മൾ റീസെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.